കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും സാമുദായിക ചർച്ചകൾക്ക് തിരികൊളുത്തുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾ വ്യക്തിപരമായ ആരോപണങ്ങളെ മറികടന്ന് ഒരു സമുദായത്തെ തന്നെ രാഷ്ട്രീയവാദത്തിനുള്ള ഉപകരണമായി മാറ്റുന്ന നിലയിലേക്കാണ് പോകുന്നത്. SNDP യോഗത്തെ തെരുവിലിട്ട് ആക്ഷേപിക്കുന്നു എന്ന ആരോപണത്തിലൂടെ തുടങ്ങിയ പോസ്റ്റ് പിന്നീട് ഈഴവ സമുദായത്തെ കേന്ദ്രീകരിച്ചുള്ള വാദങ്ങളിലേക്ക് മാറുന്നു. എന്നാൽ ഇവിടെ ചോദിക്കേണ്ട പ്രധാന ചോദ്യം വിമർശനം ഒരാളാണോ അല്ലെങ്കിൽ ഒരു സമുദായത്തെ രാഷ്ട്രീയമായി ചുറ്റിക്കെട്ടാനുള്ള ശ്രമമാണോ എന്നാണ്. VD സതീശനെ ഈഴവ വിരോധി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ആ ആരോപണം ഉന്നയിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളും ഉദാഹരണങ്ങളും ഈഴവ സമുദായത്തെ തന്നെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നുണ്ടോ എന്ന സംശയം ശക്തമാണ്. ഒരു സമുദായത്തിന്റെ ആത്മഗൗരവം രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ പണയം വെക്കരുത്. കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയതിനെ ഈഴവ വിരോധത്തിന്റെ തെളിവായി അവതരിപ്പിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ ഉയർച്ചയെയും വീഴ്ചയെയും സമുദായ തിരിച്ചറിവിലേക്ക് ചുരുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈഴവ സമുദായത്തെ സ്വതന്ത്രമായ രാഷ്ട്രീയ ബോധമുള്ള ഒരു സമൂഹമായി കാണുന്നതിന് പകരം ഒരു സ്ഥിര വോട്ട് ബാങ്കായി ചിത്രീകരിക്കുന്ന സമീപനമല്ലേ? മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയ സംഭവത്തെ ചൂണ്ടിക്കാട്ടി ഒരു പിന്നോക്കക്കാരൻ അങ്ങനെ ഒരു വാഹനത്തിൽ കയറാൻ പാടില്ല എന്നാണ് സതീശൻ പറയുന്നത് എന്ന വാദം മുന്നോട്ട് വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ പിന്നാക്ക സമുദായത്തിന്റെ ആത്മവിശ്വാസത്തെയാണോ ഉയർത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്ഥിരം അനുകമ്പയുടെ പരിധിയിൽ പൂട്ടുന്നതാണോ എന്നും ആലോചിക്കേണ്ടതാണ്. ഈഴവ സമുദായത്തെ കറിവേപ്പിലയായി മറ്റുള്ളവർ കാണുന്നു എന്ന ആരോപണം ഉയർത്തുമ്പോൾ അതേസമയം തന്നെ ആ സമുദായത്തെ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താനുള്ള ഉപാധിയായി ഉപയോഗിക്കുന്നതും ശ്രദ്ധേയമാണ്. ഇത് സമുദായത്തെ ശക്തിപ്പെടുത്തുന്ന ഭാഷയാണോ അതോ അവരെ ദുർബലമായി ചിത്രീകരിക്കുന്നതാണോ എന്ന ചോദ്യം അവശേഷിക്കുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം പലപ്പോഴും രാഷ്ട്രീയവാദങ്ങളിൽ ഉദ്ധരിക്കപ്പെടുമ്പോഴും ഗുരുദേവൻ മുന്നോട്ട് വെച്ച സമത്വവും ആത്മഗൗരവവും രാഷ്ട്രീയ പോസ്റ്റുകളിലെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്നത് സംശയകരമാണ്. ദർശനത്തെ സംരക്ഷിക്കണമെങ്കിൽ ആദ്യം ഭാഷ ശുദ്ധമാക്കണമെന്ന് ഓർക്കുക. സതീശൻ വിവിധ സമുദായ സംഘടനകളെ രഹസ്യമായി സമീപിച്ചു എന്ന ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് വ്യക്തിയുടെ നിലപാടുകൾ തുറന്നു കാണിക്കലാണോ, അല്ലെങ്കിൽ സമുദായങ്ങളെ തമ്മിൽ സംശയത്തോടെ നോക്കാൻ പ്രേരിപ്പിക്കലാണോ എന്നതും വിലയിരുത്തേണ്ടതാണ്. രാഷ്ട്രീയ നേതാക്കൾ സമുദായ സംഘടനകളുമായി ഇടപെടുന്നത് കേരള രാഷ്ട്രീയത്തിലെ പുതുമയല്ല. എന്നാൽ അത് ചൂണ്ടിക്കാട്ടുമ്പോൾ തിണ്ണനിരങ്ങൽ പോലുള്ള പദങ്ങൾ ഉപയോഗിച്ച് ചർച്ചയെ താഴ്ത്തുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ആ സമുദായങ്ങളോടുള്ള ബഹുമാനക്കുറവായി മാറുന്നില്ലേ എന്നതും ചിന്തിക്കേണ്ടതാണെന്നാണ് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നത്. ഈഴവ സമുദായം ചരിത്രപരമായി സാമൂഹിക നവോത്ഥാനത്തിന്റെ മുന്നണിയിൽ നിന്ന സമൂഹമാണ്. ആ സമുദായത്തെ വീണ്ടും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവ എന്ന സ്ഥിരം ചട്ടക്കൂടിലേക്ക് തള്ളിവിടുന്നത് അവരുടെ മുന്നേറ്റങ്ങളെ ചെറുതാക്കുന്ന സമീപനമായി മാറുന്നില്ല എന്നതാണ് യഥാർത്ഥ ആശങ്ക. ഒരു രാഷ്ട്രീയ നേതാവിനെ വിമർശിക്കുമ്പോൾ അത് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളിലൂടെയാകണം. അതിനു പകരം സാമുദായിക വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഭാഷ ഉപയോഗിക്കുമ്പോൾ അത് സമുദായങ്ങളെ സംരക്ഷിക്കുന്നതല്ല, മറിച്ച് രാഷ്ട്രീയ സംഘർഷങ്ങളുടെ നടുവിലേക്ക് തള്ളിവിടുന്നതാണ്. ഈഴവരെ പിന്നോക്ക സമുദായമായി കാണുന്നവരാണ് ഓരോരുത്തരും. അങ്ങനെയുള്ളവരിൽ രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടുമ്പോൾ സമൂഹത്തിന് അവർ എന്ത് നല്ല കാര്യങ്ങളാണ് ചെയ്തു നൽകാൻ പോകുന്നത്? ജാതി അടിസ്ഥാനത്തിൽ ഓരോന്നിനെയും വീക്ഷിക്കുമ്പോൾ അവർ സമൂഹത്തിന് ഒന്നും നൽകാൻ പോകുന്നില്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കും. ഈഴവ സമുദായം അവരുടെ സംരക്ഷണത്തിൽ ജീവിക്കേണ്ട ഒരു സമൂഹമല്ല. അവർക്ക് സ്വന്തം രാഷ്ട്രീയ ബോധവും വിലയിരുത്തലുമുണ്ട്. അതിനെ അവഗണിച്ച് ഓരോ രാഷ്ട്രീയ നീക്കത്തിനും സമുദായ വിരോധം എന്ന ലേബൽ ഒട്ടിക്കുന്നത് ആ സമൂഹത്തിന്റെ സ്വതന്ത്ര ചിന്തയെ അപമാനിക്കുന്നതായാണ് കണക്കാക്കപ്പെടുക. രാഷ്ട്രീയ തർക്കങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവനെയും ഈഴവ സമുദായത്തെയും സ്ഥിരം പരാമർശ വിഷയമാക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ദർശനത്തെയും ചരിത്രത്തെയും ഉയർത്തിപ്പിടിക്കലാണോ അതോ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കലാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ട സമയമാണിത്. അവസാനം ഈ വിവാദത്തിൽ ജയിക്കേണ്ടത് ഒരു രാഷ്ട്രീയ നേതാവോ ഒരു സംഘടനയോ അല്ല. ജയിക്കേണ്ടത് സമൂഹത്തിന്റെ ആത്മഗൗരവമാണ്. ഈഴവ സമുദായത്തെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന ഏത് ഭാഷയും ആരിൽ നിന്ന് വന്നാലും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതെന്ന ബോധ്യമാണ് കേരള സമൂഹത്തിന് ഇപ്പോൾ ഏറ്റവും ആവശ്യമെന്നത് പറയേണ്ടി വരും.